ബേസി ദേ അച്ഛൻ വന്നിരിക്കുന്നു. ഓ ടൊവിയുടെ അച്ഛൻ വന്നിട്ടുണ്ടോ? ഞങ്ങളോട് സ്വത്തെഴുതി തന്നു. നീ ഇങ്ങോട്ട് വരണമെന്നില്ല, കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ അങ്ങോട്ട് വിടാം. എനിക്ക് അങ്ങനെ സംശയമായി. എന്റെ അച്ഛന്റെ കൂടെ എപ്പോഴും ഇവന്റെ ഫോട്ടോ എപ്പോഴും. എന്റെ മോൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഏത് മോൻ? അവനല്ല, എന്നിട്ട് ഞാനടാ ഒരു നല്ല നോക്കിയില്ല എടുക്കുള്ളൂ. ഒന്ന് വളച്ചപ്പോ എന്റെ ഫ്രണ്ടിൽ ഒരു മരച്ചില്ല. കാരണം അകത്ത് ജെല്ലിക്കൂടെ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന പിള്ളേരുണ്ടായിരുന്നു അന്ന്. ഇവിടെ കാണാൻ എല്ലാരും കൂടെ ചേർന്നാ പിന്നെ പുറത്തെത്തിച്ചു. ഒന്ന് രണ്ട് സിനിമകൾ ഇവിടെ മലയാളത്തിലൊരു സിനിമ, വേറെ അന്യഭാഷയിലൊരു സിനിമ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അതും എനിക്ക് മാർക്കറ്റില്ലാത്തോണ്ട് നടക്കാഞ്ഞായിരിക്കും. നിനക്ക് മാർക്കറ്റ് ഇല്ലല്ലോ. അതിന് എന്നെ വെച്ചല്ലല്ലോടാ നീ പ്ലാൻ ചെയ്തത്. ഭയങ്കര ട്രോമാറ്റിക് കഥകളാണ് അവര്. അപ്പൊ അങ്ങനെ നിനക്ക് നിന്റെ ട്രോമയാണ് ഞങ്ങളുടെ ഹരം. ട്രോമ ഡയറക്ടറിന്റെ വേറെ കഥ പറയാനുണ്ട്. ഇവനെ ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടേ എന്നെ വിളിച്ചേക്കാം. നന്നായിട്ടുണ്ട്. അതെന്ത് ഇങ്ങനെ പറയണേ? നിനക്കൊക്കെ ശതമാനം വീതിച്ചേർന്ന് ആലോചിച്ച് നോക്കുമ്പോ ഏത് കാശ് ചോദിച്ചാൽ ഒഴിവാക്കിയാൽ മതി. നമ്മൾ ഓരോന്നെല്ലാം ആത്മാർത്ഥത കൂടുതലാണല്ലോ. നേരത്തെ വർക്കൗട്ടിന്റെ കാര്യം പറയുന്ന പോലെ ഏറ്റെടുത്താൽ ഏത് ചുമ്മാരിയാണ് വീക്ക്നെസ് പോലെ സ്ട്രെങ്ത് പറഞ്ഞ വർക്കൗട്ടിന്റെ പോലെയാണല്ലോ. ഫ്ലോ പോയി. അതിനു വേണ്ടി തന്നെയാ പറഞ്ഞത്. എല്ലാരും മറ്റേ ചെറിയ ഒരു കരുതൽ, അയ്യോ നെറ്റ് കുട്ടി അത് മരുന്ന് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുമ്പോ ഇവന്റെ റിയാക്ഷൻ എന്താ അറിയാം? അതെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവനെ എന്തെങ്കിലും വല്ല ഹാർട്ട് അറ്റാക്കും വന്നാലേ ഇവന് ഹൃദയമുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു തരുള്ളൂ. ഞാൻ വയനാട് ഷൂട്ട് ചെയ്യുമ്പോ ഇവന്റെ വീട്ടിൽ പോണേക്കാളും കൂടുതൽ ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിച്ച് പറയും, സ്വത്തെഴുതി തന്നു. നീ ഇങ്ങോട്ട് വരണമെന്നില്ല, കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ അങ്ങോട്ട് വിടാം. എനിക്ക് അങ്ങനെ സംശയമായി. എന്റെ അച്ഛന്റെ കൂടെ എപ്പോഴും ഇവന്റെ ഫോട്ടോ എപ്പോഴും. എന്റെ അച്ഛനല്ല, മറ്റേ അങ്ങനെയായി അവസാനം. ചാക്കോ സാർ നിന്റെ അച്ഛനാന്ന് പറയണ പോലെ ഫോട്ടോ എടുക്കുന്നു, അയക്കുന്നു, അച്ഛൻ വന്ന എല്ലാ ഗ്രൂപ്പിലും ഇടുന്നു. ഇത് ഇടക്കിടയ്ക്ക് ആവാനായി. ഇനിയിപ്പോ സ്വത്തൊക്കെ എന്റെ പേരിൽ എഴുതി വെക്കും. ആദ്യത്തെ 2 ഫോട്ടോയിൽ നമ്മൾ ചിരിക്കും, 3ാമത്തെ ഫോട്ടോയിൽ ചിരിയുടെ ഇത് കുറയും. പിന്നെ അവിടെ ഉണ്ടല്ലോ ഇവരുടെ ഒരു ആത്മബന്ധം. ഞങ്ങളൊരു 1.5 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, വയനാട്ടിലായിരുന്നു. ഇവിടെയൊക്കെ കാണും പുള്ളി ലൊക്കേഷനിൽ ഷൂട്ടിംഗ് കാണാനൊക്കെ. ഇവൻ ഷൂട്ടിംഗ് കാണാനൊന്നും കൊണ്ടുവരില്ല പുള്ളിനെ. എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലായിടത്തും അച്ഛൻ വന്നിട്ടുണ്ട്. ബേസി ദേ അച്ഛൻ വന്നിരിക്കുന്നു. ഓ ടൊവിയുടെ അച്ഛൻ വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് കേട്ട് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പോകുന്നത് ബേസിയുടെ അച്ഛൻ തന്നെയായിരിക്കും. അതെ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കും. എന്റെ മോൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഏത് മോൻ? അവനല്ല, എന്നിട്ട് ഞാനടാ ഒരു നല്ല നോക്കിയില്ല എടുക്കുള്ളൂ. ഒരു ഓപ്ഷൻ മറ്റേ ഇതില്ലേ, പയ്യന്റെ അടുത്ത് അവന്റെ ചേട്ടൻ പറയും, നിന്നെ അഡോപ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞില്ലേ? അച്ഛനോടും അമ്മയോടും ചോദിക്കാൻ പോയേക്കാണ്, എന്നെ അഡോപ്റ്റ് ചെയ്തതാണോ? അല്ല മോനെ, ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ നല്ല നോക്കിയിട്ട് എടുക്കുള്ളൂ. എന്റെ കണ്ണു തുറന്നിട്ടാ. നമുക്കിനി അതിരടിയിലേക്ക് വന്നു കഴിഞ്ഞാല് ടീമാണെങ്കിലും ഇപ്പൊ അരുൺ ആണെങ്കിലും ഒക്കെ പണ്ട് മുതലേ അറിയാവുന്ന ആൾക്കാരാണ്. നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാള് കുട്ടിയുടെ വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് കുടുങ്ങിയത് ഓർമ്മയുണ്ട് നമുക്ക്. ഞങ്ങളൊരു ദിവസം വന്നിട്ട് വീട്ടിൽ തിരിച്ചിറങ്ങി ഇവനാണ് വണ്ടി ഓടിക്കുന്നത്. റിവേഴ്സ് എടുത്ത് ഒന്ന് വളച്ചപ്പോ എന്റെ ഫ്രണ്ടിൽ ഒരു മരച്ചില്ല. കാരണം അകത്ത് ജെല്ലിക്കൂടെ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന പിള്ളേരുണ്ടായിരുന്നു അന്ന്. ഇവിടെ കാണാൻ എല്ലാരും കൂടെ ചേർന്നാ പിന്നെ പുറത്തെത്തിച്ചു. അതുവരെ ഇല്ലാത്ത ഒരു ആവശ്യമില്ല. അത് മര്യാദക്ക് അവനെ നാണക്കെട്ടെന്ന് വരില്ലായിരുന്നു. മര്യാദക്ക് ആ വണ്ടി വളച്ചോണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്
അന്ന് ഒരു ആവശ്യമില്ലാതെ താഴത്തുള്ള ചെറുക്കന്റെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് 10 ആൾക്കാർ വന്നേക്കിടും, അത് 5 വണ്ടിയിൽ. അപ്പൊ അത്രയും വണ്ടി കിടന്ന കാരണം കൊണ്ട് സിറ്റുവേഷൻ ഇത്തിരി റിസ്കി ആയിരുന്നു, Situation അല്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തൊന്നുമില്ല. കമോൺ, മരിച്ചില്ല എന്നിട്ട് എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. വളച്ച് അന്ന് വിളിച്ചത് ഓർമ്മയുണ്ട്, കല്യാണത്തിന് വന്ന സമയത്താണല്ലോ. എടാ നിങ്ങൾ ഏത് വണ്ടിയിലാണ് വരണേ? എടാ ഒറ്റയടിക്ക് കണ്ടാൽ നിനക്ക് മനസ്സിലാവും ബേസിയുടെ വണ്ടിയാ. ബേസിയുടെ വണ്ടി എനിക്ക് കാണാൻ ലോകത്ത് വേറെ ഒരാൾക്കും ഈ കളറുള്ള വണ്ടിയില്ല. ഒരു ടൈഗൂൺ, ടിഗ്വാൻ ഓറഞ്ച് ടിഗ്വാൻ, അതുകൊണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വളച്ചെടുത്ത് പോയ സാധനം ഉണ്ടല്ലോ, അവിടെ ആ സമയത്ത് പിള്ളേർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ കളിക്കാൻ പോകുമ്പോൾ പിള്ളേർ ചോദിക്കും, ബേസിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചാ? പേരായല്ലോ 2 വിത്ത് ഓർത്തിരിക്കണേ. അതുപോലെ എന്റെ നാട്ടുകാരൊക്കെ അന്ന് ആ സമയത്ത് അവർക്കറിയില്ലായിരുന്നു ആ സിറ്റുവേഷൻ റോങ് ആയിരുന്നു. ഇല്ല, അപ്പുറത്തുള്ള എനിക്ക് പോലും മനസ്സിലായില്ല. ഒരു അത്രയും സിറ്റുവേഷൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ സിറ്റുവേഷൻ റോങ് ആണെന്ന് പറയുന്നതാണോ, ബേസിൽ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറയുന്നതാണോ കൂടുതൽ നല്ല എളുപ്പം? ഫെയർ പോയിന്റ്. അത്രേ ഉള്ളൂ. അന്ന് 2 കാര്യങ്ങൾ ഓർത്തിരിക്കണേട്ടാ. പിന്നെ അതിന്റെ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഇതുപോലെ ആ കളിക്കുന്ന പിള്ളേരുടെ അടുത്തും പറഞ്ഞു, ഇവിടെ ടൊവി ബേസിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അന്ന് ടൊവീസ് മറ്റേ സ്റ്റാർ ആണ്, ബേസിലിന് അത്ര അറിഞ്ഞല്ല. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാല് അന്ന് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നത് കൂടുതൽ ടൊവിയാ, ടൊവിയുടെ കൂടെയാണ്. ബേസിൽ വാ, ബേസിൽ കൂടെ നിക്ക്, മോൻ നിക്ക്. അന്ന് നായകനായിട്ടില്ലല്ലോ, നീ കൂടെ അവിടെ ഉണ്ടോ? ഇല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു കഥ പറയാനുണ്ട്, ഇവന്റെ അല്ല വേറെ, ഈ ഫോട്ടോയിൽ ഓർത്ത് വെച്ചോട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. പുറത്ത് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കണോട്ടോ, ഇനിയിപ്പോ ഇൻ കേസ് മിസ്സായി പോയി കഴിഞ്ഞാലും. അതായത് പിന്നെ എന്നിട്ട് പറഞ്ഞാൽ ടൊവിയും ബേസിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ ടൊവി വന്നിട്ടുണ്ടായിരുന്നു. ആ ടൊവി പോയി കഴിഞ്ഞ ഒരു ആട് ക്രോസ് ചെയ്തു. ആ ആട് ടപ്പി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ടൊവിനെ കണ്ടിട്ട് ആട് ടപ്പി. എന്നെ കണ്ടിട്ടൊന്നുമല്ല, ഈ ഫോട്ടോന്റെ ഫോട്ടോ എന്റെ ഒരു കൂട്ടുകാരന്റെ കസിന്റെ കല്യാണത്തിന് ഞങ്ങൾ പോവാം. അപ്പൊ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനല്ല, നീയല്ല, എന്റെ വേറൊരു കൂട്ടുകാരൻ. അപ്പൊ അവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അവനാണെങ്കിൽ ഒന്നാമത് ഇച്ചിരി സമ്മർദ്ദത്തിന്റെ ആളാണ്. എന്തെങ്കിലും ഈ ടെൻഷനാവും. ടെൻഷൻ എന്ന് പറഞ്ഞാല് നമ്മളവിടെ നിന്ന് അവർക്ക് ശല്യമാവും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇതാണ്. എന്റെ വീട്ടിലൊക്കെ വന്നാൽ ഇപ്പോഴും വീടിന്റെ പുറത്തൊക്കെ നിൽക്കും. അപ്പനോടുള്ള ബഹുമാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കല്യാണത്തിന്റെ ഹാളിലേക്ക് ഞാൻ ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ ഇവന്റെ കസിൻ പെൺകുട്ടി അവളുടെ കുറച്ച് കൂട്ടുകാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് അവര് ഓടി വന്നപ്പോഴത്തേക്കും അവര് ഫോട്ടോ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്കും ഇവൻ മാറി നിന്നപ്പോഴത്തേക്കും ഞാനിപ്പോ ഇവൻ വഴിയുള്ള കണക്ഷനിലാണോ ഞാൻ ഈ കല്യാണത്തിന് വരുന്നത്? അത് ഇവൻ എന്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇവര് വരുമ്പോ മാറിയിട്ടുണ്ടായില്ലല്ലോ, അത് അവനെ അപമാനിക്കുന്നുമല്ലോ. ഇല്ലടാ നീ നിൽക്കടാ, ഈ കുഴപ്പമില്ല നിൽക്കടാ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ എടുക്കാൻ വന്ന പിള്ളേര് ചേട്ടൻ നിന്നോ, കുഴപ്പമില്ല ഞങ്ങൾ ക്രോപ്പ് ചെയ്തോളാം. ചേട്ടൻ നിന്നോ, കുഴപ്പമില്ല ക്രോപ്പ് ചെയ്തോളാം. ഇതും കല്യാണ പെണ്ണാണോ പറഞ്ഞത്? കല്യാണ പെണ്ണാണെങ്കിൽ ആ ചെക്കനപ്പൊ ഞെട്ടിയിട്ടുണ്ടാവും, ഇതിന്റെ കൂടെയാണോ ഞാൻ ജീവിക്കാൻ പോകുന്നത്? സീൻ കൂടി ഉണ്ടാവുമല്ലോ, നീ എന്നെ എന്ന് ക്രോപ്പ് ചെയ്യും എന്നുള്ള. നമ്മൾ തിരിച്ചു വരാം. അരുണിൽ നിന്നാണ് നമ്മൾ തുടങ്ങിപ്പോയത്. ഒരുപാട് ഫോട്ടോകളിലൂടെ നമ്മൾ കറങ്ങി തിരിഞ്ഞു പോയത്. ഫോട്ടോയിലേക്ക് നമുക്ക് ഇനിയും വരാറുണ്ട്. കുറെ തുടങ്ങിയിട്ട് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി? ശരിയാണല്ലോ, മറ്റേ മരച്ചില്ല ഓർമ്മ വന്നു. അരുണും മരച്ചിലും തമ്മിൽ എന്താ? മാത്തുക്കുട്ടി ഉണ്ടല്ലോ, മാത്തുക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴായിരുന്നല്ലോ. അല്ല, അരുണി ഇതെങ്ങനെ മാത്തുക്കുട്ടിയുടെ വീട്ടിലെത്തി? മാത്തുക്കുട്ടിയുടെ ശരിക്കുള്ള പേര് അറിയോ നമുക്ക്? വേണ്ട, അരുൺ എന്റെ പൂർവാശ്രമത്തിൽ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. മാത്തുക്കുട്ടിയുടെ വീട്ടിലെത്തിയത്. പക്ഷെ അതല്ലായിരുന്നു. ഇവൻ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തിരിക്കും. എന്നിട്ട് ചോദിച്ചോണ്ടിരിക്കും. അവസാനം പ്രേതം, ഭാര്യയുടെ ഉറക്കം. യെസ്, അരുണിലേക്ക് വരാം. സിനിമയുടെ സംവിധായകനിലേക്ക് വരാം. അരുൺ ഞങ്ങള് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് മീറ്റിംഗ്. അതിന് മുമ്പേ ഞങ്ങൾ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്ന സമയത്ത് അരുണും ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രിയമതയൊക്കെ എടുത്ത സമയത്ത് അരുണും സോൾട്ട് മാങ്കോട്ടറി എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആ സമയത്തുള്ള ഒരു പരിചയമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പടയോട്ടത്തിലേക്ക് എത്തുന്നു. പടയോട്ടത്തിൽ അരുൺ കോറേറ്റർ ആയിരുന്നു, ഞാൻ പിങ്കു എന്ന് പറഞ്ഞ റോൾ അഭിനയിക്കുന്നു. അപ്പൊ അതിലപ്പോ അരുണിന്റെ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ട്, മൊത്തത്തിൽ ഒരു ക്വിക്കിനെസ് ഉണ്ട് അരുണിന്റെ ഹ്യൂമർ സെൻസിൽ എപ്പോഴും. അത് ഈ പറയുന്ന പോലെ രഘുവണ്ണന്റെ ഇൻട്രോ എന്നും പറയുന്ന പോലത്തെ ബിജു ചേട്ടന്റെ ഇൻട്രോ സീനൊക്കെ ഉണ്ട്. ബുള്ളറ്റിൽ കുട്ടു എന്ന് പറയുന്ന ബിജു ചേട്ടൻ. ഇത് അരുണിന്റെ ക്ലാസിക് അരുൺ സീനാണ്. കിട്ടു എന്നും പറഞ്ഞ് രഘുവണ്ണം വരുന്നു, നല്ല മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത്, മറ്റേ കലിപ്പ് മറ്റേ സാധനം ഇങ്ങനെ ബുള്ളറ്റിൽ വരുന്നു, മുട്ടം കലിപ്പിലാണ് വരുന്നത് ബിജു ചേട്ടൻ. നോക്കുമ്പോ കയ്യിൽ മിൽമ പാല് മേടിക്കാൻ പോയത് രഘുവണ്ണൻ. വലിയ കൊണ്ടയാ പാല് മേടിക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം?
അപ്പൊ രാവിലെ ചായ ഇട്ട് കുടിക്കണമെങ്കിൽ വേറെ വരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അത് റോഡ് സൈഡിൽ നിന്നിട്ട് അരി കൊത്തി തിന്നുന്നുണ്ട്. രഘുവണ്ണൻ ടെറ. കോഴിക്കുഞ്ഞുങ്ങൾ രഘുവണ്ണനെ കാണുമ്പോ നേരെ ഓടിച്ചെന്ന് കൂട്ടി കയറും. പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ തിരിച്ച് കൂട്ടി കയറിയിട്ട് പോയി കഴിയുമ്പോ തിരിച്ച് വീണ്ടും വന്നിട്ട് രഘുവണ്ണൻ പോയി. അത്ര ടെററാണ് രഘുവണ്ണൻ. ഇതാണ് അരുണിന്റെ അതെ. അപ്പൊ അത് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നല്ലോ. അങ്ങനെ പിന്നെ അതിൽ നിന്നാണ് പിന്നെ എനിക്കും ഭയങ്കര കണക്ട് ആയി. ദിസ് ബോയ്. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അതെ, പിന്നെ നമ്മൾ നേരെ മിന്നൽ മുരളിയിലേക്ക് എത്തി. മിന്നൽ മുരളിയിൽ നിന്ന് പിന്നെ മിന്നൽ മുരളി ഇറങ്ങുന്നു. അതിനുശേഷം പിന്നെ വേറെ 1-2 സിനിമകൾ അരുൺ അതിന്റെ ഇടയ്ക്ക് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ ഉള്ള അന്നേ അരുണിന്റെ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു വാക്ക് അന്നേ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൽ അവൻ വില്ലൻ. പക്ഷെ ആ സിനിമ നടന്നില്ല. ഇവനന്ന് വലിയ മാർക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റില്ലാത്തൊരു നടത്തി തരാനുള്ള ശമ്പളം പ്രൊഡ്യൂസറിലുണ്ടേ. മാർക്കറ്റ് ഇല്ലാത്ത എനിക്ക് തരാനുള്ള ശമ്പളം പ്രൊഡ്യൂസറിലുണ്ടേ. അതെ 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 അതെ. ആ സിനിമ വേറെ കുറെ കാരണങ്ങളുണ്ട്. പിന്നെ അത് വേറെ കുറെ കാരണങ്ങൾക്കുണ്ട്, വേറെ കുറെ കാരണങ്ങളും ഉണ്ട് എന്നുള്ളതല്ല. തമാശയും ഫാക്ടും നമ്മൾ നീക്കി വെക്കണം, അല്ലെങ്കിൽ രണ്ടും ഒന്നാണെന്ന് വേറെ വേറെ കാരണങ്ങളും കൊണ്ട് ഇല്ല കൊണ്ട് ഉമ്മില്ല. ശരി, വേറെ കുറെ കാരണങ്ങൾ കൊണ്ട്. നേരത്തെ ഉമ്മില്ലാട്ടാ. തമാശയും ഫാക്ടും മാറ്റി മാറ്റി അതാ മാറ്റി വെച്ചില്ലേ, കട്ട് ചെയ്തപ്പോ മാറിയല്ലോ. പക്ഷെ സമ്മതിക്കില്ല, ഞങ്ങളോട് അതിരടി. അപ്പൊ അത് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വേറെ 1-2 സിനിമകൾ, ഇവിടെ മലയാളത്തിലൊരു സിനിമ, വേറെ അന്യഭാഷയിലൊരു സിനിമ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്ക് മാർക്കറ്റില്ലാത്തോണ്ട് അന്യഭാഷയിൽ നിനക്ക് മാർക്കറ്റ് ഇല്ലല്ലോ, അതിന് എന്നെ വെച്ചല്ലോടാ നീ പ്ലാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ അത് പക്ഷെ പല അങ്ങനെ 2-3 അതിന്റെ കഥകളൊക്കെ എനിക്ക് ഇന്റർവ്യൂല് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഹിറ്റ് ഇന്റർവ്യൂ ആയിരുന്നു. കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം എന്നാണല്ലോ. ഭയങ്കര ട്രോമാറ്റിക് കഥകളാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ നിനക്ക് നിന്റെ ട്രോമയാണ് ഞങ്ങളുടെ ഹരം, നിന്റെ ട്രോമ ഞങ്ങൾക്ക് ഹരം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ അതും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി മരിച്ചു നിന്ന് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോ എല്ലാം ആത്മാർത്ഥത കൂടുതലാണല്ലോ. നേരത്തെ വർക്കൗട്ടിന്റെ കാര്യം പറയുന്ന പോലെയാണ്. ഏറ്റെടുത്താൽ ഏത് വീക്ക്നെസ് പോലൊരു സ്ട്രെങ്ത് വർക്കൗട്ടിന്റെ പോലെയാണല്ലോ. ഞാൻ കലപ്പയ്ക്ക് കൈവച്ച വെച്ചതാടാ, പിന്നെ പറകോട്ട് തിരിഞ്ഞു നോക്കൂല എന്നുള്ളതാണ്. ഫ്ലോ പോയി പുല്ല്. അതിനുവേണ്ടി തന്നെയാ പറഞ്ഞത്. മാസമായിട്ട് വരുമായിരുന്നു. അതെ, കുറച്ച് മാസമായിട്ട് വരും കൂടുതൽ. അതെ അതെ. അങ്ങനെ കുറച്ച് ഭയങ്കര സാഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ പടമൊന്നും നടക്കാതെ ഇങ്ങനെ 2-3 വർഷം അതിനൊക്കെ വേണ്ടി പണിയെടുത്തു, ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയണ പോലെ. അപ്പൊ അരുണിന്റെ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്നാൽ പിന്നെ നമുക്ക് നടക്കുന്ന ഒരു പടം ചെയ്യാം, അതായിരിക്കും നല്ലത്. നമുക്ക് ഈ നടക്കാത്ത പടത്തിന് വേണ്ടി ഇങ്ങനെ മരിച്ചു നിന്നിട്ട് അവസാനം അതിന് വേണ്ടി ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭേദം നമുക്ക് നമ്മുടെ ഒരു കംഫോർട്ട് സോണിൽ നിൽക്കുന്ന നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അതിനിപ്പോൾ വേറെ ആരോടും ചോദിക്കേണ്ടി വരില്ല. അപ്പൊ ഞാൻ തന്നെ അഭിനയിക്കാം, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ബാക്കി അതിന്റെ പിന്നീട് അങ്ങോട്ട് നോക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു പോയിന്റിലാണ് ആ സിനിമ തുടങ്ങുന്നത്. അല്ലാതെ ഞാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നു, അപ്പൊ എനിക്ക് കഥകൾ വേണം, അങ്ങനെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അരുൺ ഒരു ദിവസം വന്നിട്ട് ഒരു സിനിമയുണ്ട്, അങ്ങനൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു ഭയങ്കര ഡെസ്പറേറ്റ് പോയിന്റ് എന്നാണ് ഈ ഒരു സിനിമയുടെ തുടക്കം. അപ്പൊ അങ്ങനെ അരുണും പോൾസണും കൂടെ ഇതിന്റെ കോറേറ്റർ. പോൾസൺ വന്ന് ഞങ്ങളുടെ കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇതുപോലെ തൊഴിൽ പോയ ആളാണ്. ബേസിക്കലി വീണ്ടും മറ്റൊരു തൊഴിലുറപ്പ്. അങ്ങനെ ഇതൊരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് തുടങ്ങിയതാണ് ആക്ച്വലി. പിന്നെ തൊഴിലില്ലാത്ത ടോവി വന്നു. എന്നെ തൊഴിലില്ലാത്തവന്മാരെ വിളിച്ച് എല്ലാവർക്കും പറയാൻ വന്നു. അവസാനം തൊഴിലിന് പോയ തൊഴിലൊന്നും ഇതുവരെ നടന്നിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി ഇതാ ഇറങ്ങാൻ പോവാണ്. May 14 വൻ വിജയം. അരുണിന് തൊഴിലായി, പോൾസന് തൊഴിലായി, എനിക്ക് തൊഴിലായി, ഇവര് തൊഴിലായി, എല്ലാവർക്കും തൊഴിൽ. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി വൻ വിജയകരമായിട്ട് പൂർത്തിയാക്കുക എന്ന് പറയുന്ന പോലത്തെ. അപ്പൊ അരുൺ ഈ പറയുന്ന പോലെ അവരൊരു ജസ്റ്റ് ഐഡിയ എന്നൊന്നല്ല തുടങ്ങിയത്, നമ്മൾ പടം ചെയ്യുന്നു, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ പിന്നെ അവര് പോയി പല ഒരു ഇങ്ങനത്തെ ഒരു ഐഡിയ, ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ അതങ്ങനെ നമ്മളിങ്ങനെ ഇതിലേക്ക് എത്തി. അവസാനം ഇതിലേക്ക് എത്തുന്ന ആളാണ് ടോവി. നമ്മൾ വേറൊരു ക്യാരക്ടറിലേക്കൊക്കെ ആയിരുന്നു ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത്, കാസ്റ്റിങ്ങിലേക്കൊക്കെ ആയിരുന്നു ഈ ക്യാരക്ടർ. പിന്നെ ഇവൻ ചെയ്ത് നല്ല രസമായിരിക്കുമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു മൂഡിൽ, എന്തിനാ പാൻ ഇന്ത്യ, ഇവിടെ തന്നെ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ അതെ അതെ, അതാ സേഫ്റ്റി നെറ്റ്.
പാൻ ഇന്ത്യയിലൊക്കെ പോയിട്ട് തിരിച്ച് ഇത് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ പറയുക ചേച്ചി, പണ്ട് ടൊവി അഭിനയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ സിനിമകളിലേക്ക് വില്ലൻ വേഷത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടൊവിക്ക്. പറഞ്ഞു എനിക്ക് തുടങ്ങിയ കാലഘട്ടമാണല്ലോ, അപ്പോൾ എനിക്കൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒക്കെ വില്ലനായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ടൊവിയുടെ അവസ്ഥ ഞാൻ ആലോചിക്കണേ, വന്ന് ബേസിലിൻ്റെ വരെ വില്ലനാവേണ്ട അവസ്ഥ. എന്താലേ ടൊവി, നീ എവിടെ? നീ സ്വപ്നം കണ്ട നീ എവിടെ? ഇപ്പൊ നീ എവിടെ? നമ്മള് പല സ്വപ്നങ്ങളും കാണും, പക്ഷെ വിധി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് മറ്റൊന്നായിരിക്കാം. അതെ, ഇറ്റ്സ് ഓക്കെ മാൻ, ലൈഫ് ഷിറ്റ് ഹാപ്പൻസ്. ഇൻ ലൈഫ്. ഓക്കെയാണ്. ഓക്കെ അല്ലേ? എന്റെ ഒരു സ്വപ്നം അതായിരുന്നു, എന്ന് വില്ലനാക്കുക എന്നുള്ളൂ. അല്ലല്ലല്ല, ഒരു സൂപ്പർ സ്റ്റാറിന്റെ നായക, ഐ മീൻ എഗെയിൻസ്റ്റ്, ഐ മീൻ സൂപ്പർ സ്റ്റാർ ഒരു വില്ലനായിട്ട് എന്റെ ഓപ്പോസിറ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള. അല്ല, എനിക്ക് സത്യം പറഞ്ഞാലല്ലോ വില്ലൻ എന്നുള്ളതിനേക്കാൾ ഞാൻ ഈ ക്യാരക്ടറിനെ വില്ലനായിട്ടല്ല കാണുന്നത്. കാണുന്നവർക്ക് വേണമെങ്കിൽ നായകനായിട്ട് കാണുകയും വേണ്ട, അതിന് വേറെ ആളുണ്ട്. അതായത് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ലാതെ എനിക്ക് പേഴ്സണലി ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് സാംകുട്ടിയേക്കാളും ഇഷ്ടം ശ്രീകുട്ടനോടാണ്. അയ്യോടാ, വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി, രണ്ട് വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ സാംകുട്ടിക്ക് എന്താ മോശം? എന്താ മോശമല്ലാത്ത അല്ല, അങ്ങനെയല്ല. എനിക്ക് ഇയാളെ ശ്രീകുട്ടൻ വെള്ളായണി കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. പുള്ളിയായിട്ട് കമ്പനി ചേട്ടാ, അങ്ങനെ ഒരു കമ്പനി ആവാൻ ഇതാകുമ്പോ സൗണ്ട് കുട്ടാ എന്ന് ആ ഒരു വ്യത്യാസം, റെസ്പെക്ട് ഒക്കെ എനിക്ക് ശ്രീകുട്ടനോടാ. ശ്രീകുട്ടനോട് ഒരു നമുക്ക് ആരാധന തോന്നാൻ സാധ്യതയുണ്ട്. ചേട്ടാ, അണ്ണാ, ഓക്കെ ദാറ്റ് ബ്രോ, ഓക്കെ അല്ല, ഓക്കെ എല്ലാവർക്കും. എന്നാ പൂർണ്ണമായും പുള്ളി അത്ര മാസമല്ല, മണ്ടനുമാണ് എങ്കിലും. പക്ഷേ ഞാൻ ഈ ക്യാരക്ടറിനെ കാണുന്നതും ഇവരെന്നെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സന്തോഷവും എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ ഞാൻ ചെയ്തത് നന്നാവുന്ന ഇവർക്ക് തോന്നിയതുകൊണ്ടാണല്ലോ വിളിച്ചത്. എന്തായാലും ഈ പടം ഇവര് ഓൾറെഡി എന്താ പറയാ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങാൻ നിൽക്കുന്നു എന്നുള്ള പോലെ അല്ലെ, ആ സമയത്ത് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി നിൽക്കുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ഫൈനൽ ആയിട്ടുള്ള അങ്ങനെ ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ആദ്യം അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 3 ദിവസത്തെ ഒരു കാമിയോ. അപ്പൊ ഈ സിനിമയുടെ ബഡ്ജറ്റും എല്ലാം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇവരെന്നെ വിളിച്ചിരിക്കുന്നത് ഫ്രണ്ട് ആയതുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ എന്നെ പടം തുടങ്ങുമ്പോഴേ വിളിക്കണം അല്ലെ, അല്ലെങ്കിൽ എന്റെ ബാങ്കബിലിറ്റി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് ഇടുന്നതിന് മുമ്പെങ്കിലും വിളിക്കണം. ബഡ്ജറ്റ് ഇട്ട് ഷൂട്ട് തുടങ്ങാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കുന്ന സമയത്ത് ആസ് എൻ ആക്ടർ ഇവർക്ക് ഞാനത് ചെയ്താൽ നന്നാവുന്ന തോന്നിയോണ്ട് വിളിച്ചേക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അത് അല്ല, അത് റെസ്പെക്ട് ആണ്. അത് മനസ്സിലായില്ലേ, നിന്നെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ സിനിമ നടക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലോ ഇതില് ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടോ, അതുവരെ അണ്ണ ഇറക്കല്ലേ, ശമ്പളം തന്നില്ലെന്നേ. ഞാനത് ചോദിക്കാൻ വന്നേ. അതായത് ഇപ്പൊ വില്ലന്റെ കാര്യം പറയുകയാണെങ്കിൽ ടൊവിനെ ഞാൻ അപൂർവം സാധനങ്ങൾക്ക് മറ്റേ അളിയാ ഇത് മറ്റേ പരിപാടി കാള എന്ന് പറയുന്ന സിനിമയിൽ മറ്റേ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിൽ വില്ല വേഷത്തിൽ അഭിനയിച്ച ആളാണ്. അപ്പം ടൊവിയുടെ അത്ര വലിയ മനസ്സൊന്നും ഇവനില്ല. സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കാനുള്ള അങ്ങനൊന്നുമില്ല. ഞാൻ എത്ര പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജയകയിൽ വില്ലനായിട്ട് അഭിനയിച്ചു. നീയാണോ പ്രൊഡ്യൂസ് ചെയ്തത്? ആ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എന്താ കാശില്ലായിരുന്നു. അതെന്താ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തോ? കള നീ പ്രൊഡ്യൂസ് ചെയ്തു? ശരിയാണല്ലോ അല്ലേ, കള അവൻ പ്രൊഡ്യൂസ് ചെയ്ത് അവൻ വില്ലനായ സിനിമയല്ലേ. കണ്ടോ ആ മറ്റേ ആർക്കൊന്നും കിട്ടിയില്ലെന്നേ. ഞാനതാ ചോദിക്കാൻ വന്നേ. ഇപ്പൊ ടൊവിക്ക് ഇപ്പൊ കുറച്ചായിട്ട് പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടല്ലോ. ഇപ്പോഴും ഒരു ധാരണയില്ല. ഞാനിത് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്സ് ഇൻവോൾവ് ആണ്. അത് കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു എനിക്ക് അതിനെ പറ്റിയിട്ട് ഇപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും നമ്മള് ഇപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ കോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പേര് വെച്ചേക്കുന്നത് വെച്ചാൽ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം അതിനകത്ത് എനിക്ക് ഫുൾ ശമ്പളം മേടിച്ച് അഭിനയിക്കുന്നത് മര്യാദയല്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് പകുതി ശമ്പളം. പക്ഷെ അതും വെച്ചിട്ട് പൊട്ടനെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് ഇവനിരിക്കുന്നതും മര്യാദയല്ല. അതുകൊണ്ട് ഇവനിക്ക് ശതമാനവും തന്നു. മനസ്സിലായി? അപ്പൊ ഈ 2 മര്യാദകളുള്ള കാരണം കൊണ്ട് ഇവനെനിക്ക് ഒരു പെർസെന്റേജ് പെർസെന്റേജ്. അപ്പൊ എനിക്ക് പ്രൊഡക്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ ഒരു ഐഡിയ ഉണ്ട്, ക്രിയേറ്റീവ് ഐഡിയ ഉണ്ട്. അതല്ലാതെ മാത്സ് അങ്ങനത്തെ ഐഡിയ ഇല്ല. ബാക്കിയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഐഡിയ ഉണ്ട്. അത് ചെയ്യാനായിട്ട് വേറെ ആൾക്കാർ നമ്മുടെ കൂടെ ഇപ്പൊ എന്റെ ചേട്ടനും എന്റെ മാനേജർ ഗോകുലും ഇവരൊക്കെ കൂടിയിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അപ്പൊ ഇവനും അങ്ങനെ തന്നെയല്ലേ, അല്ലാതെ ഇവനല്ലല്ലോ രാത്രി ഇരുന്ന് കണക്ക് നോക്കണം പ്രൊഡക്ഷനിൽ. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് മേഖലയിൽ ആ സ്ട്രെസ് ബാധിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട് ബേസിലെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയിട്ട്? ഇതുപോലെ തന്നെയാണ് ഈ ഭയങ്കര അത്രയും സ്ട്രെസ് ഏറ്റെടുക്കുക, പ്രൊഡക്ഷൻ നമ്പേഴ്സിന്റെ ബിസിനസിന്റെ സ്ട്രെസ് ഒന്നും ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും കൂടെ നമുക്ക് തലവെക്കാൻ പറ്റൂല. ഓൾറെഡി ഇപ്പൊ അല്ലാണ്ട് കുറെ പണികൾ വേറെ ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അതിന്റെ ഇടയിൽ ഇതും കൂടെ പക്ഷെ ഇത് ആ പേരിന്റെ പേരിൽ വരുന്നത് കൊണ്ടുള്ള ഒരു ബാധ്യത ഉണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലൈക്ക് ആ സിനിമ ആസ് എ ഹോൾ, ആ ഒരു ക്രിയേറ്റീവ് വിഷന്റെ കൂടെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. കാരണം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സംവിധാനം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഇവിടെ ഉണ്ടാവാ. എന്റെ മക്കൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവരുത്, അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടല്ലോ. നമ്മൾ കുറച്ചുകൂടെ എല്ലാവരും ടെക്നിക്കലി ഒക്കെ ക്രിയേറ്റീവ്ലി അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവർക്കും എന്താണ് ഈ സിനിമ എന്നും എന്താണ് ഇതിന്റെ ഒരു ഐഡിയ, എന്താ വിഷൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നിൽക്കുക. നമുക്കും കുറയ്ക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലും കുറയ്ക്കാനും പറ്റില്ല, അറിയാലോ ഇതൊക്കെയാ വേണ്ടത്, ചെയ്ത് പറയാനുള്ള അല്ലാതെ. പക്ഷെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ചിലപ്പോൾ കൂടുതലൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്തെങ്കിലുമൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഇൻവോൾവ്മെന്റ്. എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ബേസിക്കലി സിനിമയ്ക്ക് വേണ്ട എത്രയും കൃത്യമായിട്ടുള്ള ബജറ്റ് കൊടുക്കുക, കോംപ്രമൈസ്ഡ് ആവാതിരിക്കുക. ഈ സിനിമ ഫെസ്റ്റിന്റെ ഇടയിൽ, ഒരു കോളേജ് ഫെസ്റ്റിന്റെ ഇടയിൽ നടക്കുന്ന സിനിമയാണ്. ബേസിക്കലി ഒരു CETയിലെ ധ്വനിയൊക്കെ പോലെ, അല്ലെങ്കിൽ NIT രാഗം, അല്ലെങ്കിൽ IIT സാരംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ കോളേജ് ഫെസ്റ്റുകളുണ്ട്, ബിഗ് ഫെസ്റ്റിവൽ. അപ്പൊ അതിന്റെ ഇടയിൽ നടക്കുന്ന പോലത്തെ ഒരു കഥയാണ്. അപ്പൊ ആ ഫെസ്റ്റിന്റെ ബിഗ്നെസ് നമുക്ക് കഥയിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് നമ്മൾ കാണിക്കണമല്ലോ. അപ്പൊ അതിനപ്പോ ക്രൗഡ് ആ വലിപ്പം വരുന്തോറും അതിന്റെ ലൈറ്റിങ്ങും ലൈറ്റ് സെറ്റപ്പും ക്യാമറ എല്ലാത്തിനുള്ള എക്സ്പെൻസസ് കൂടും, ക്രൗഡിന്റെ വലിപ്പങ്ങൾ കൂടുന്നു, അതിന്റെ നമ്പേഴ്സ്, ഇതിലെല്ലാം എക്സ്പെൻസ് കൂടും. അപ്പൊ അത് ആ എക്സ്പെൻസ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ, ആ കഥയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. ചീപ്പ് സിനിമയായിട്ട് ഒരിക്കലും തോന്നരുത്, ഒരു ചീപ്പ് ഫെസ്റ്റ് ആയിട്ട് തോന്നരുത്. എന്നാൽ ഇത് ഓവർ ഡു ആവാനും പാടില്ല, ഭയങ്കര ബജറ്റ് കയറിപ്പോയി പിന്നെ ഇനിയിപ്പോൾ ഇതിലൊന്നും വയബിലിറ്റി ഇല്ല, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതുമില്ല, കറക്റ്റ് ഒരു സ്വീറ്റ് സ്പോട്ടിൽ എത്തുക എന്ന് പറയുന്ന പോലെ. അപ്പൊ അതിനുള്ളൊരു എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂ അതിനെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഡേ ടു ഡേ എല്ലാത്തിനും അത് കണക്കുകൾ നോക്കി ഇന്നെത്ര പേരുണ്ട്, ഇന്നെത്ര നമ്പർ ഉണ്ട്, മറ്റേത് അത് ഇന്നത്തെ ഷൂട്ടിംഗ് എക്സ്പെൻസ് എത്ര, ഇങ്ങനത്തേലൊക്കെ പിന്നെ അങ്ങോട്ട് കണ്ടോ അവന്റെ ഉള്ളിലുള്ള മറ്റേ സീരിയസ് ആൾ ഉണർന്നു കണ്ടോ പോയി. ഇതുവരെ അവൻ കളിച്ച് തിരിച്ചു വന്നു കൊടുത്തുനിന്ന് പെട്ടെന്ന് മറ്റേ പ്രൊഡക്ഷൻ ഡയറക്ഷന്റെ പോയിന്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളെ എന്നെ വിളിച്ചേക്കാം, നന്നായിട്ടുണ്ട്. അതെന്ത് ഇങ്ങനെ പറയണേ, നിനക്കൊക്കെ ശതമാനം വീതിച്ചേർന്ന് ആലോചിച്ച് നോക്കുമ്പോ ഏത് ഒഴിവാക്കിയാൽ മതി, ഒഴിവാക്കി വിടാറുണ്ടായിരുന്നു. അതുപോലെ പ്രൊഡ്യൂസർ ഒരു ദിവസം എനിക്കാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ കിഡ്നി സ്റ്റോണിന്റെ വേദനയും വന്നിട്ട് ഞാൻ രാത്രി ഷൂട്ടാ. അപ്പോൾ തലേദിവസം തന്നെ ഭയങ്കര ഇച്ചിരി വേദന ഉണ്ടായിരുന്നു. രാവിലെ എന്നിട്ടിപ്പം സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റ് ആയി. പക്ഷേ അഡ്മിറ്റ് ആവാനും പറ്റില്ല, കാര്യം വെച്ചാൽ വൈകുന്നേരം ഷൂട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ വലിയ ക്രൗഡും സ്റ്റേജും സെറ്റപ്പും അങ്ങനെ ഭയങ്കര സെറ്റപ്പിലാണ്. അപ്പോൾ അത് പെയിൻ കില്ലർ അടിച്ചിട്ടാണെങ്കിലും ഷൂട്ട് ചെയ്തേ പറ്റൂ. പെയിൻ കില്ലർ ആണെങ്കിൽ കുറേ എണ്ണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം. അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങനെ ചെന്ന് നിന്ന് ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെയിൻ കില്ലറിൻ്റെ എഫക്റ്റ് തീർന്നിട്ട് അപ്പോൾ ഞാൻ ഇനി പെയിൻ കില്ലർ അടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷമല്ലേ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ അത് സഹിച്ച് പിടിച്ച് പെട്ടെന്ന് ചെയ്യണം. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ഷൂട്ടുമാണത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബേസിലും ഷമീർക്കും കൂടെ വന്നിട്ട് എടാ വേണേ ഞാൻ പാക്കപ്പ് ചെയ്യാം, നീ റെസ്റ്റ് എടുത്തോ. വേണ്ട അത് അത്ര രൂക്ഷമായിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയാം. പിന്നെ ഒരു ഒറ്റ കൈക്ക് ഒരു പെയിൻ കില്ലർ കൂടെ കഴിക്കാനുള്ള പ്ലാനും എൻ്റെ മനസ്സിലുണ്ട്. അതെന്ന് വെച്ചാൽ ഇതൊരു രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുള്ളൂ. രാവിലെ വരെ ഷൂട്ട് ചെയ്യണ്ടല്ലേ. അപ്പോൾ രാവിലെ വരെ അപ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് പെയിൻ കില്ലർ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത്രയും കൂടെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇല്ലടാ കുഴപ്പമില്ല ചെയ്യാൻ അല്ലാന്ന് ചെയ്തോ കുഴപ്പമില്ല വെച്ചിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യും കുഴപ്പമില്ല നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഇവർ വന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ പോയി പെയിൻ കില്ലർ അടിച്ച് ഞാൻ വന്ന് അഭിനയിച്ചു. പിറ്റേ ദിവസം പ്രൊഡക്ഷൻ ഇത് നല്ല പ്രൊഡക്ഷനും സുഹൃത്തുക്കൾ തന്നെ പിറ്റേ ദിവസം വന്നിട്ട്
ഒന്നുമല്ലടാ, നിനക്ക് വേദന എടുക്കാനായിട്ട് പേടിച്ചിട്ടൊന്നുമല്ല. നിന്നെ അങ്ങനെ വേദനയും സഹിച്ച് പിടിച്ച് അവിടെ അഭിനയിച്ച ജീവിതകാലം മുഴുവൻ അതിന്റെ കണക്ക് പറയും എന്റെ അടുത്ത്. നടന്ന് പറയും നിനക്കൊക്കെ വേണ്ടി ഞാൻ എന്തെങ്കിലൊക്കെ അല്ലാണ്ട് കരുതലൊന്നുമല്ല. ഗോതയുടെ സമയത്ത് ഇങ്ങനെ ഒരു സെയിം സംഭവം ഉണ്ടായിട്ടില്ലേ, ഒരു നെറ്റി മുറിഞ്ഞിട്ടുള്ള ഒരു സാധനം? അങ്ങനെ എന്താ ആ സമയത്ത് എനിക്ക് ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അതെന്തായിരുന്നു, ഒരു കുറെ വർഷം മുമ്പുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടില്ല. തരാം ഞാൻ. അതായത് നമ്മള് ഗോതയില് പടത്തിന്റെ തുടക്കത്തിൽ ഞാൻ പടത്തിന്റെ തുടക്കത്തില് പഞ്ചാബിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണല്ലോ പിന്നെ വാമികയുടെ ക്യാരക്ടർ നാട്ടിലേക്ക് വരുന്നതൊക്കെ ഉള്ളു. അപ്പോൾ പക്ഷെ നമ്മൾ നാട്ടിലത്തെയാണ് ആദ്യം മൊത്തം ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചാബിൽ പോയിട്ട് അത് ഷൂട്ട് ചെയ്യണം. അങ്ങനെ അത് അപ്പോൾ കണ്ടിന്യൂറ്റി വൈസ് പഞ്ചാബിലാണ് ആദ്യം വരിക, അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കണൊക്കെ വരിക. അതൊന്ന് മനസ്സിൽ വെച്ചോ, ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അവിടെ വെച്ചാൽ 2 പഞ്ചാബികൾ തന്നെ ഇട്ട് ഇടിക്കണൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ പുള്ളിനെ കറക്കി എറിയുന്നതിന് മുമ്പ്. അപ്പോൾ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഈ പഞ്ചാബികൾ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൊള്ളിക്കാണ്ട് ഇടിക്കാനായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് കാണുമ്പോൾ ഓവർലാപ്പ് വരും വേണമല്ലോ. അപ്പൊ ക്ലോസ് ആയിട്ടാണ് ഇടിക്കണം, കൊള്ളിക്കാണ്ട് ഇടിക്കണേ. അന്ന് ഫുൾ പവറിൽ ഇങ്ങനെ അടിക്കണം. അപ്പൊ ഞാനെല്ലാം അതിന് റിയാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എനിക്കൊരു ടെങ്ങൊരു ശബ്ദം എന്ന് വെച്ചാൽ ഇവരുടെ കൈയല്ല കൊണ്ടത്, മറ്റേ വളയില്ലേ, ഒരു ഇത്രയും കട്ടിയുള്ള വള. ആ വള വന്നൊരു തട്ടുകട്ടി എന്നിട്ട് ഞാൻ പിന്നെ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇടി കൊണ്ടുപോയിട്ട് ഞാൻ കിടക്കുമ്പോഴത്തേക്കും വാമിക ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ദാസ് കുറച്ചിട്ട് ഇവിടെ സംസാരിക്കുമ്പോൾ വെച്ചാൽ ഇവളുടെ ഒരു സജഷൻ പോലത്തെ എന്റെ ഫേസ് കാണുന്ന ഒരു ഷോട്ടാണ്. അപ്പൊ അതിൽ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ ഇവള് എന്റെ മുഖത്ത് കണ്ണിലേക്ക് നോക്കി സംസാരിച്ചിട്ട് പെട്ടെന്ന് നോട്ടം ഒന്ന് നെറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ വേദനയേ ഉള്ളൂ, മുറിഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. നോട്ടം ഷിഫ്റ്റ് ആയപ്പോ അവൾ അവിടെ എന്തോ നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി മുറിഞ്ഞു, എന്റെ മുഖത്താണല്ലോ മുറിവ്, സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഷോട്ട് കഴിഞ്ഞ് കട്ട് വിളിച്ചിട്ട് എല്ലാരും നെറ്റി മുറിഞ്ഞല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാരും മറ്റേ ചെറിയ ഒരു കരുതൽ, അയ്യോ നെറ്റി കുറ്റിയത് മരുന്ന് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുമ്പോ ഇവന്റെ റിയാക്ഷൻ എന്താ അറിയാം, എന്റെ കണ്ടിന്യൂറ്റി ഡയറക്ടർ സാർ. കാരണം കേരളത്തിലെടുത്ത സീനുകളിലൊന്നും നെറ്റിയിൽ മുറിവില്ല. ഇത് അതായത് ഇവിടെ വരണതിന് മുമ്പ് കേരളത്തിൽ നെറ്റിയിൽ മുറിവായിട്ടല്ല പഞ്ചാബിലേക്ക് തിരിച്ചു പോകുമ്പോഴും നെറ്റിയിൽ മുറിവില്ല. അതെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവനെ എന്തെങ്കിലും വല്ല ഹാർട്ട് അറ്റാക്കും വന്നാലേ ഇവന് ഹൃദയമുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു തരുള്ളൂ. മൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം ഇന്റർവ്യൂ തന്നെ എന്നെ കൊല്ലും. അല്ലെങ്കിൽ പിന്നെ ഇവന്റെ കൈ വെച്ച് മിടിക്കുന്ന ശബ്ദമൊന്നും കേൾക്കില്ല. സൈലൻസ്, കംപ്ലീറ്റ് സൈലൻസ്. ആർട്ടില്ല. ഇവൻ ഇന്നവർ ECG എടുത്തിട്ടില്ല. അത് ECG എടുത്തപ്പോ ഒരു വര. കുറെ കാലമായിട്ട് ഞാൻ വിചാരിച്ചായിരുന്നു, പല പ്രാവശ്യങ്ങളായിട്ട് ടോബി ഇങ്ങനെ നമ്മുടെ സൈഡിലൊക്കെ ഷൂട്ടിന് വന്ന സമയത്ത് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു, ഫിസാലിലുണ്ടായിരുന്ന സമയത്ത് അറിയുന്നുണ്ടായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് കുറെ കാലമായി ശരിക്കും. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞില്ല 10 വർഷമായി ഞാനൊരു സിനിമ പ്രൊമോഷൻ ചെയ്തിട്ട്. ഈ ഇന്റർവ്യൂ കമ്മിറ്റ് ചെയ്യണതിൻ്റെ റീസണും ഇങ്ങനെ ഒരു റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ദൈവത്തിൽ നിന്ന് 2 ഗുണം. ഒന്ന് ടോവിനെയും കാണാം, ഹാമ്പറും കിട്ടും. ഹാമ്പറല്ല, ജിഞ്ചർ മീഡിയയിലാണോ കാശ് തരൂല്ലേ. അതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഒരുപാട് സന്തോഷമാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ടും ആ വളർച്ചയിൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് രണ്ടുപേരുടെയും. അതിന് എൻ്റെ പ്രത്യേക നന്ദി. പൊളിക്ക്. യെസ്. അപ്പൊ എന്തായാലും താങ്ക് യു അതിരടി. അടിപൊളിയാവട്ടെ, അസലാവട്ടെ, ഗംഭീരാവട്ടെ. ഇനിയും മറ്റേ പണ്ടത്തെ പോലെ അല്ലല്ലോ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ, പണിയുണ്ടല്ലോ, നമുക്ക് ഇരിക്കാം. വെയിറ്റ് ചെയ്തിരിക്കുന്നു.